മെസ്സേജ്, ഓനക്ക് ബോധമില്ല. അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോ ഒരാള് പറഞ്ഞു കക്കൂസിലുള്ള സ്ഥലം കുറച്ച് റെസ്റ്റ് കിട്ടുന്ന, ബാക്കി ഫുള്ള് ബിസി. ഏത് ഓന്റെ റെസ്റ്റ് ഉണ്ട് എവിടെയാ? കക്കൂസിൽ. എന്തേ കാരണം? ഓനും ശൈത്താനും ഓന്റെ ഫ്രണ്ടാണ്. കാരണം കൂട്ടുകാരെ കിട്ടുമ്പോഴല്ലേ കുറച്ചൊരു ആശ്വാസം, കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനല്ലേ കുറച്ചൊരു സന്തോഷം അല്ലേ? ചങ്ങായിമാരെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് കക്കൂസിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അവനാണോ എന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. കോസിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് സൊറ പറയാ, പഞ്ചായത്തിയാക്കുക. പിന്നാലൊരാൾ ഞാൻ മൂത്രിക്കുമുണ്ട്, ഞാൻ ട്രാഫിക്കിലുണ്ട്, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ഇത് എന്ത് ട്രാഫിക് കക്കൂസിൽ നിന്നിട്ട് പറയാ ഞാൻ ട്രാഫിക്കിലാന്ന്. ഏത് എന്തൊക്കെ മുസീബത്താണ്. നമ്മളൊക്കെ പേടിച്ചോ. ഞാനിങ്ങനെ മൂത്രിക്കാൻ വേണ്ടി കക്കൂസ് ഇങ്ങനെ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ട് അപ്പുറത്തെ ഉള്ളിന്ന്, അപ്പുറത്തെ കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് ഒരാള് പറയുന്നു നീ എന്താ വലിയ ആളാണ്. ഞാൻ അപ്പുറം നോക്കി എന്നെ ഇത്ര പേടിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു കുറച്ചിങ്ങനെ ജോറുണ്ട്. ഞാൻ എന്തോ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഉള്ളിൽ ആരും അറിയില്ലല്ല. ഓമരുന്ന് കണക്കിനാട്ടി ഏറെ പറയും കൈ കലച്ചിട്ട് പൊളിക്കാനുണ്ട്, നടുമുള്ളിൽ ചവിട്ടി പൊളിക്കും. ആര് ഏടാ ഇരുന്നിട്ടുള്ള ജാഗ ഇതാണ്. കക്കൂസിൽ ഇരുന്നിട്ടാണോ നടുമുള്ളിൽ പൊളിക്കലോ കൈകാല പൊളി? ഇതൊക്കെ ആ സംസ്കാരം നല്ലതല്ല. ആ രോഗങ്ങൾക്ക് കാരണമാണ്, പ്രതിസന്ധികൾക്ക് കാരണമാണ്, ബുദ്ധിമുട്ടുകൾക്ക് കാരണമാണ്, ഇടങ്ങേറുകൾ വരാൻ കാരണമാണ്. കാരണം നീ ഒരുപാട് സമയം അവിടെ ഇരിക്കുമ്പോ, നിന്റെ വസ്ത്രങ്ങൾ അവിടെ തൂക്കിയിടുമ്പോ ഉമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കക്കൂസുകളിലുള്ള ഇത്തരയും വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത് അല്ല. ഉസ്താദേ അലക്കാനുള്ളത് കഴുകാനുണ്ടെങ്കിൽ വേറെ സ്ഥലത്തെടുത്തി വെച്ചോ. ബാത്റൂമിലല്ല കക്കൂസിലല്ല വെക്കേണ്ടത്. അവിടെയുള്ള ബക്കറ്റുകൾ പോലും മൂടി വെക്കണമെന്നാണ്. കഴുകുന്ന വല്ല എല്ലാം കഴുകാനുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വേറെ വെക്കണമെന്നാണ്. അത് കക്കൂസുകളിലല്ല വെക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണേ മുമ്പിനെ, വൃത്തിയോടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. വൃത്തിയോടെ സൂക്ഷിക്കണം. കൂടുതൽ സമയം കക്കൂസിലിരിക്കുക എന്നുള്ളത് രോഗങ്ങളെ വിളിച്ചു വരുത്താനുള്ള കാരണമാണ് എന്നുള്ളതാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണമല്ല, ഞങ്ങൾക്ക് നീ ബോധം നൽകണമല്ല. അതായത് ഒന്നാമതായിട്ട് നിങ്ങളോട് പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല, പ്രശ്നത്തിലുള്ള പരിഹാരമേതോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. വിഷം കുടിച്ചപ്പോ വിഷം പോലും ബുദ്ധിമുട്ടാക്കിയില്ലല്ലോ. കള്ള് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പരിശോധിക്കാൻ കൊടുത്തപ്പോ ബിസ്മി ചൊല്ലിയിട്ട് കള്ള് കുടിച്ചപ്പോ കള്ള് സുർക്കയായി മാറിയില്ലയോ. ബിസ്മി എഴുതി കൊടുത്തിട്ട് പ്രസവിക്കാത്ത ഗർഭിണി പ്രസവിച്ചത് കിതാബിലുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനാണ് എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരം അതാണ്. എല്ലാ ബുദ്ധിമുട്ടുകളുടെ പരിഹാരം അതാ. എല്ലാ ഇടങ്ങേറുകൾക്കുള്ള പരിഹാരം ഖുർആനാണ്. ഖുർആന് കൊണ്ട് നടക്കണേ മുമ്പിനെ, ഖുർആന് ഓതാകത്താക്കണേ മുമ്പിനെ. സിഹ്ർ കണ്ണേറ് പേടിക്കുന്നവർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അൽ-കഹ്ഫ് സൂറത്ത് ആയത്താക്കണേ മുമ്പിനെ. സിഹ്ർ ബുദ്ധിമുട്ട് കണ്ണേറുകൾ ഉണ്ടാകുമോ? അങ്ങനെ തോന്നുന്നവർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അൽ-കഹ്ഫ് സൂറത്ത് ഓതിയിട്ട് നെഞ്ചത്തൂതുക, വെള്ളത്തിലൂതിയിട്ട് വെള്ളം കുടിക്കുക. ഇബ്ലീസ് ദജ്ജാൽ, ഏറ്റവും വലിയ ഇബ്ലീസാകുന്ന ദജ്ജാലിന്റെ ശർറ് പോലും ഏശില്ല അൽ-കഹ്ഫ് ഓതുന്ന ആളുകൾക്ക്. അതുകൊണ്ട് അൽ-കഹ്ഫ് ആദത്താക്കിയവർക്ക് സിഹ്ർ ബുദ്ധിമുട്ടുകളെ തൊട്ടത് പരിഹാരമാണ്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 23 തവണ ഇതൊക്കെ ഓതിയിട്ട് രാത്രി കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 34 അങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എല്ലാം ഓതിയിട്ട് കയ്യിലൂതിയിട്ട് തല മുതൽ കാലിനടി വരെ തടവി കൊടുക്കുക. നിന്റെ കണ്ണേറുകൾക്ക് അത് പരിഹാരമാണ്, ബുദ്ധിമുട്ടുകൾക്ക് അത് പരിഹാരമാണ്, ഇടങ്ങേറുകൾക്ക് അത് പരിഹാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചെയ്ത പരിഹാരമാണ്. ബുദ്ധിമുട്ടുകൾ സഹിച്ച ഫാത്തിമ ഉമ്മക്ക് അടിമക്ക് വേലക്ക ഒരുപാട് പിടിക്കപ്പെട്ട ആളുകളെ വേലക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഫാത്തിമ നിനക്ക് ഏറ്റവും പറ്റിയ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം റസൂലുള്ള കൊടുത്തതാണ് ഈ കടന്നുറങ്ങുന്ന സമയത്ത്. ആ സമയത്ത് ദിക്റുകൾ ചെല്ലുക എന്നുള്ളത് സകലമാന ഉറക്കിന്റെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പേക്കിനാവുകൾ, പേടിക്കുന്ന സ്വപ്നങ്ങൾ, ഇതെല്ലാത്തിനും അത് പരിഹാരമാണ്. നമ്പി ദിക്റില്ല. രാത്രി കടന്നുറങ്ങാൻ നേരത്ത് ഒരു മലക്ക് വന്നിട്ട് നമ്മോട് പറയുന്നു, നമ്പി ദിക്റില്ല, നീ ദിക്ർ ചൊല്ലിയിട്ട് കിടന്നാൽ നിന്റെ സകലമാന ബുദ്ധിമുട്ടുകൾ, ഉറക്കിൽ വരുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, നിന്റെ മനസ്സിലേക്ക് ശൈത്താൻ ഇട്ട് തരുന്ന വിഷമങ്ങൾ, ബേജാറുകൾ, ഇതെല്ലാത്തിനുമുള്ള പരിഹാരമാണ്. ശൈത്താനോട് വലിയ ഇഷ്ടാന്ന് തോന്നുന്നു. കേട്ടിട്ട് ആരൊരു ലാനത്തുള്ളകൾ ചെല്ലുന്നില്ല അല്ലേ? ഇബ്ലീസിനോട് ഇഷ്ട, ലാനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവേ അവന്റെ ശർറിൽ നിന്ന് കാക്കണമല്ലാ. ഇപ്പൊ നോക്ക, നിങ്ങൾക്ക് ഇബ്ലീസിനോടാ ഇഷ്ടം, അള്ളാഹ്ക്കാ ഇഷ്ടം, നിങ്ങനെ വിലയിരുത്തുക എങ്ങനെ? അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള മലക്ക് വന്നിട്ട് പറയുന്നു, ദിക്ർ ചൊല്ലിയിട്ട് കിടക്കണേ. അപ്പോഴാണ് ലാനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസ് അവൻ വന്നിട്ട് പറയുകയാണ്, നമ്പി ഗൈരി ദിക്റില്ല, ദിക്ർ ചൊല്ലാതെ നീ കിടക്കണേ, ദിക്ർ ചൊല്ലാതെ കിടക്കണേ, ദിക്ർ ചൊല്ലാതെ കിടക്കണേ, എന്നാ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ഇബ്ലീസ് പറയുമെന്ന് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ ദിക്ർ ചൊല്ലിയിട്ട് കിടക്കുന്നവരാണെങ്കിൽ നമ്മൾ അള്ളാന്റെ ആളുകളാണ്. ദിക്ർ ചൊല്ലാതെ കിടക്കുന്നവരാണോ നമ്മൾ ഇബ്ലീസിന്റെ ആളുകളാ. അതുകൊണ്ട് രാത്രി ഉറക്കത്ത് സ്വപ്നം കാണുക, പേടിക്കുന്ന സ്വപ്നം കാണുക, പാമ്പിന്റെ സ്വപ്നം കാണുക, അങ്ങനെ പല ജാതി സ്വപ്നങ്ങള്. അതാണ് ആ സ്വപ്നങ്ങള്, ദുഷ്സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലിയിട്ട്, ഇതെല്ലാം ചൊല്ലിയിട്ട് കിടന്നുറങ്ങലാണ്. സ്വപ്നം, നല്ല നല്ല സ്വപ്നങ്ങൾ ഖൈറാൻ. നല്ല സ്വപ്നങ്ങൾ കണ്ട കഴിവിന്റെ പരമാവധി പറയണമെന്നില്ല. അതിന്റെ വ്യാഖ്യാനം നമ്മളോട്, നന്മ ഉദ്ദേശിക്കാത്ത ആളോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പാടില്ല. നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളോട് മാത്രം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കണം. അങ്ങനെയാണ് തഅബീറു, അങ്ങനെയാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്, അവരെന്താണ് അതിന് പരിഹാരം പറയുന്നത്, അതാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് നമ്മുടെ ശത്രുതയുള്ള ആളോട് നമ്മള് ഇന്നലെ സ്വപ്നം കണ്ട് എന്ന് പറയുമ്പോ അവര് പറയും, അത് കണ്ട ഭയങ്കര മുസീബത്താണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകളോട് സ്വപ്നം പറയാൻ പാടില്ല. നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. നല്ല സ്വപ്നങ്ങൾ കാണാം, അതിനുവേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഖൈറായ നല്ല നല്ല സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. അതുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് കടന്നുറങ്ങാം. രണ്ടാമതായി പ്രശ്നത്തിനുള്ള പരിഹാരം, രണ്ടാമതുള്ള പരിഹാരമേതാ? ഇമാമിങ്ങൾ പറഞ്ഞ പരിഹാരമാണ്, എന്റെ വകയിലല്ല. രണ്ടാമതായി എല്ലാ സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമേതാ? ആവശ്യമെന്തുണ്ടെങ്കിലും കൊഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടടോ മടിക്കണ്ട. മുഅ്മിനിന്റെ ആയുധം ദുആയാ, മുഅ്മിനിന്റെ ആയുധം ദുആയാ. അല്ലാഹുവിനോട് കൈ ഉയർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതുപോലെ ശക്തിയുള്ള ഒന്നുമില്ല മുഅ്മിനേ. പ്രശ്നത്തിനുള്ള പരിഹാരം നട്ടപ്പാതിരാക്കണീട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്യുക.
നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും, ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കപ്പെടും. എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. ദുആ ചെയ്തിട്ട് എത്രയോ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയവരുണ്ട്. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്, ഒരുപാട് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലും അല്ലാഹുവോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു അവനെ കോപിക്കുമെന്നാണ്. അല്ലാഹുക്ക് അവനെ ഇഷ്ടമല്ലാതാണ്. അതുകൊണ്ട് നല്ലോണം ദുആ ചെയ്യുക, നല്ലോണം രാപ്പകലുകളിൽ അല്ലാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ദുആ ചെയ്യുക. നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക, പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി ദുആ ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എല്ലാരോടും അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കാൻ വേണ്ടി പറയുക. അതാണ് ഔലന്നാസി ബില്ലാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്തവർ മംബദഅഹും ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങിയവനാരോ അവൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. സലാം കൊണ്ട് തുടങ്ങണം, സലാം കൊണ്ട് തുടങ്ങണം. സലാം കൊണ്ട് തുടങ്ങിയവർ ഒരു കുടുംബത്തിന്റെ പ്രശ്നം തീരാൻ, കുടുംബത്തിലെ കടം തീരാൻ, കുടുംബത്തിലെ പ്രയാസം തീരാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ഒന്നു കെട്ടിയുറപ്പിക്കാൻ രണ്ടാളുകൾ പരസ്പരം സലാം ചൊല്ലണമെന്നാണ്. അത് നിന്റെ അഹ്ലുകാർക്ക് ബറക്കത്തുണ്ടെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാട് സലാം പറയണം, ഭാര്യയോട് സലാം പറയണം. വീട്ടിലേക്ക് കയറിയ പാടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വീട്ടുകാരൻ സലാം ചൊല്ലിയിട്ട് 3 ആയത്തുൽ കുർസി ഓതിയിട്ട് 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ ആ വീട്ടുകാരന്റെ കടങ്ങളെല്ലാം തീർന്നു പോകുമെന്നാണ്. ആ വീട്ടുകാരന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു പരിഹരിക്കുമെന്നാണ്. അങ്ങനെയാണ്. വീട്ടിലേക്ക് നമ്മളൊക്കെ പണി കഴിഞ്ഞു വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം ചൊല്ലി ഇരുന്നവിടെ 3 ആയത്തുൽ കുർസി ഓതി 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. എന്നാ നിന്റെ കടങ്ങൾ നീ അറിയാത്ത രൂപത്തിൽ അല്ലാഹു പരിഹരിച്ചു തരുമെന്നുള്ളതാ. അതുകൊണ്ട് സലാം പറയണം, സലാം പറയണം. എല്ലാരോടും ഉസ്താദിനെ കണ്ടാ സലാം പറയും, തങ്ങന്മാരോട് സലാം പറയും, നേതാക്കളോട് സലാം പറയും, ഭാര്യയോട് സലാം പറയില്ല. അതാവരുത്. ഭാര്യ കണ്ടോരോടൊക്കെ ഹായ്, കിട്ടിയ നമ്പറിലേക്കൊക്കെ ഹായ്, എല്ലാവർക്കും ഹായ്. ഒന്ന് ഭർത്താവിനോടൊന്ന് അസ്സലാമു അലൈക്കും പറയാൻ, ഭർത്താവിനോടൊരു സലാം പറയാൻ. ഇങ്ങനെ രണ്ടാളെ അഫ്ശുസ്സലാമ ബൈനകും തഹബ്ബു, സലാം പരത്തുമ്പോ നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളറകളിൽ സ്നേഹത്തിന്റെ പുഷ്പം വിടരുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയാ, അസ്സലാമു അലൈക്കും. ഈ പറയുന്ന സലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ളതാ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ രക്ഷ ചോദിക്കുന്നവ ഔലന്നാസ്, ഈ ജനങ്ങളിൽ അല്ലാഹു ഇവിടെ ഇരിക്കുന്നവരിൽ അല്ലാഹുവിന്റെ ഏറ്റവും അടുപ്പമുള്ളവരാരാ? ഏറ്റവും കൂടുതൽ സലാം പറയുന്നവരാണ്, ഏറ്റവും കൂടുതൽ സലാം പറയുന്നവരാണ്. അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സലാം പറയുന്നവരാര്? അവര് അല്ലാഹുവിന്റെ അടുത്തവരാണ്. കാരണം എന്ത്? മറ്റുള്ളവർക്ക് അല്ലാഹുവിന്റെ രക്ഷ ചോദിക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. മറ്റുള്ളവർ രക്ഷപ്പെടണമെന്ന് കൊതിയുള്ളവർ അങ്ങനെയാണ്. മറ്റുള്ളവന്റെ വീടിന്റെ പണിയത് പാതിയിൽ നിൽക്കണം, നീ മുഅ്മിനല്ല. അവന്റെ കച്ചവടം പൊളിയണം, നീ മുഅ്മിനല്ല. ഓന് പോകുന്ന പോക്ക് കണ്ട കാറിൽ എവിടെയെങ്കിലും കുത്തട്ട്, ഓന്റെ ഒടുക്കത്തിന്റെ പോക്ക് നശിച്ചു പോകട്ടെ. മറ്റുള്ളവർക്കെതിരെ പ്രാർത്ഥിക്കുന്നവൻ മുഅ്മിനല്ല. എല്ലാവർക്കും വേണ്ടി നന്മ കൊതിക്കുന്ന ആള്. അങ്ങനെ നീയാണെങ്കിൽ തകും മുഅ്മിനാ, നീ മുഅ്മിനാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹബ്ബലിന്നാസ്, ജനങ്ങൾക്ക് ഇഷ്ടം. നിനക്ക് എന്താണോ ഇഷ്ടം? നല്ല വീട്, നല്ല വണ്ടി, നല്ല ആഫിയത്ത്. ഇത് ജനങ്ങൾക്ക് നീ കൊതിക്കാത്ത കാലത്തോളം
ഉമ്മ നിന്റെ അയൽവാസി ബുദ്ധിമുട്ടിലാകണമെന്ന് നീ കൊതിച്ചാൽ, നിന്റെ അയൽവാസിക്ക് രോഗം വരണമെന്ന് കൊതിച്ചാൽ, നിന്റെ അയൽവാസി വീണിട്ട് കാല് പൊളിയണമെന്ന് കൊതിച്ചാൽ, ആക്സിഡന്റ് പറ്റിയപ്പോ അങ്ങനാണോ പഠിക്കണം ഓന് കിട്ടിയല്ലേ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച നീ മുഅ്മിനല്ല. അങ്ങനെ കരുതാൻ പാടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് പൊന്നു മുഅ്മിനെ, ദുആ എന്നുള്ളത് മുഅ്മിനിന്റെ ആയുധമാണ്. ദുആയിനെ കടത്തുന്ന ഒരു കത്തിയുമില്ല, ഒരു ജിഹാദുമില്ല, ഒരു പ്രതിഷേധവുമില്ല, ഒന്നുമില്ല. ദുആയാണ് ഏറ്റവും വലിയ ആയുധം. ദുആന്റെ പിന്നിലാണ് സകലമാന മറ്റുള്ളതെല്ലാം. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ദുആയാ. ദുആക്കുത്തരം നൽകപ്പെടാത്തവർ നാളെ മഹ്ശറയിലെത്തുമ്പോ അവർക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുടെ ദുആ? അല്ല, കുറെ ദ്വാരം മജ്ലിസുൻ നൂറിന് പോയില്ലേ, കുറെ ദ്വാരന്നില്ലേ, സലാത്തിന് പോയി കുറെ ദ്വാരന്നു, വയലിന്റെ സദസ്സിന് പോയി കുറെ ദ്വാരന്ന്, തഹജ്ജുദ് നിസ്കരിച്ചു ദ്വാരന്ന്. എന്തേ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തത്? അങ്ങനെ വിചാരിച്ചു പോകരുത്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് കൊല്ലം കെട്ടി നിൽക്കേണ്ട മഹ്ശറയിൽ പടച്ച റബ്ബ് തആല ഹിസാബില്ലാതെ സ്വർഗ്ഗം നൽകുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. ആരോഗ്യമില്ലാതെ ജീവിച്ചവൻ ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, വിഷമങ്ങളോടെ, ബുദ്ധിമുട്ടുകളോടെ, പ്രതിസന്ധികളോടെ ജീവിച്ച മനുഷ്യൻ നാളെ മഹ്ശറയിൽ വന്ന് അവന്റെ സന്തോഷം കാണുമ്പോ, അവന്റെ അനുഗ്രഹം കാണുമ്പോ, അവന്റെ സുഖാഡംബരം കാണുമ്പോ, ആഫിയത്തോടെ ജീവിച്ചു പോയ മനുഷ്യന് അവൻ പൊട്ടിക്കരയുമെന്നാണ്, അവൻ പൊട്ടിക്കരയുമെന്നാ പടച്ച റബ്ബേ, പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഞാനും ഇതുപോലെ രോഗിയായിരുന്നെങ്കിൽ, എന്റെ ശരീരം കത്തികൊണ്ട് കീറിയിരുന്നെങ്കിൽ, എനിക്ക് നീ ദുനിയാവിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് തന്നിരുന്നെങ്കിൽ, എനിക്ക് നീ ഒരുപാട് പ്രശ്നങ്ങൾ തന്നിരുന്നെങ്കിൽ, അല്ലാ അല്ലാ, ഞാനും ഇതുപോലെ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തുമായിരുന്നല്ലോ. അല്ലാ, ആരെ നോക്കിയിട്ട്? നാട്ടിലെ കോടീശ്വരനെ നോക്കിയിട്ടല്ല, കോടികളുടെ കാറിൽ പോയവനെ നോക്കിയിട്ടല്ല, നാട്ടിലെ നാട്ടുമൂപ്പനെ നോക്കിയിട്ടല്ല, ആഡംബരക്കാരനെ നോക്കിയിട്ടല്ല, പിന്നെ ആരെ നോക്കിയിട്ടാണ്? രോഗം മൂലം ബുദ്ധിമുട്ടോടെ സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച്, യാതന വേദനകൾ സഹിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടോടെ ദുനിയാവിൽ ജീവിച്ച പാവങ്ങളാകുന്ന മിസ്കീന്മാര്, രോഗികളില്ലേ, അവരെ നോക്കിയിട്ട് നാളെ ആഫിയത്തോടെ ജീവിച്ച ആളുകൾ പോലും മഹ്ശറയിൽ പൊട്ടിക്കരയുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള രോഗികൾ, ബുദ്ധിമുട്ടുള്ള ആള്, ബേജാറുള്ള ആള്, കടമുള്ള ആള്, സ്വന്തം വീടില്ലാത്ത ആള്, ബുദ്ധിമുട്ടുള്ള ആള്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നയാള്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചവർ, ഉമ്മ നീ ബേജാറാവണ്ട, സഹോദരാ നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് അല്ലാഹു ഹിസാബില്ലാത്ത സ്വർഗ്ഗമാണ് പടച്ച റബ്ബ് തആല നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവോട് ദുആരക്കണേ. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് നല്ലോണം ദുആരക്കി. എന്റെ പക്കൽ വേണ്ടത്രയുണ്ട്. ഒരുപാട് ചോദിക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ലോണം ദുആരക്കല് എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ദുആന്റെ അദബോടെ ദുആരക്കണം. അദബ് വേണം ദുആരക്കുമ്പോ. എങ്ങനെ ദുആരക്കണം? പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ ഇത് അല്ലാഹുവോട് ചോദിക്കുകയാണെന്ന ധാരണയോടെ ദുആരക്കണം. ഇതങ്ങനെയല്ല. ഇമാം ദുആരക്കുന്നുണ്ട്, ഇമാം ദുആരക്കുന്ന നമ്മളെ ഒരു കൈ മൂക്കില്, മറ്റേ കൈയില് ചെവിയില്, വേറൊരു കൈ ഉണ്ടെങ്കിൽ അത് മൊബൈലിൽ, അങ്ങനെയാ. അദബില്ലാതെ ദുആരക്കരുത്. അദബോടെ ദുആരക്കണം. കൈകൾ ഉയർത്തിയിട്ട് ദുആരക്കണം. പ്രതീക്ഷയോടെ ദുആരക്കണം. അല്ലാഹനെ വിളിച്ചിട്ട് അല്ലാഹുവോട് ദുആരക്കണം.
അല്ലാഹുവിനെ ഒരു തവണ അല്ലാഹ് 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 എന്ന് ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ വിളിച്ച ഒരൊറ്റ തവണ അല്ലാഹ് എന്ന് വിളിച്ചു പോയാ ലബ്ബൈക അബ്ദീ ലബ്ബൈക്, എന്നെ വിളിച്ചോ എന്നെ വിളിച്ചോ, ഇതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന് 3 തവണ അല്ലാഹു വിളിക്ക് ഉത്തരം ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒരു തവണ വിളിച്ചാൽ 3 തവണ ഉത്തരം ചെയ്യുന്നവനാണ് ഖാലിഖായ റബ്ബ് തആല. അതുകൊണ്ട് പൊന്നു മുഅ്മിനേ, ദുആ നല്ലവണ്ണമാക്കുക. രോഗങ്ങളുള്ളവർ, ലുഹാനിസ്കാരം, ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർ, കാൽമുട്ട് വേദനയുള്ളവർ, ശരീരം കൈകാലുകൾ കടച്ചിലുള്ളവർ, അവരുടെ സകലമാന പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ലുഹാനിസ്കാരം. ലുഹാനിസ്കരിച്ചിട്ട് ദ്വാരക്കുക. മുട്ടുവേദനക്ക് വേണ്ടി ലുഹാനിസ്കരിക്കണ്ട, ഊരവേദനക്ക് വേണ്ടി ലുഹാനിസ്കരിക്കണ്ട, അല്ലാഹ്ക്ക് വേണ്ടി നീ ലുഹാനിസ്കാരം നിർവഹിച്ചുവോ? സുബഹി ഖളായി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ളുഹർ വരെ സമയമുണ്ട്. അതിനിടയിൽ ഒരു 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കരിച്ചാ നിന്റെ കെണിപ്പുകൾ, നിന്റെ സകലമാന വേദനകൾ, നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹു അതുമൂലം പരിഹാരം നൽകുമെന്നാണ്. പരിഹാരത്തിന് വേണ്ടി ളുഹാ നിസ്കരിക്കണ്ട, അല്ലാഹ്ക്ക് വേണ്ടി നീ ളുഹാ നിസ്കരിച്ചു ഒരു 2 റക്അത്ത്. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ ളുഹ വരെ സുബഹിയുടെ ബാങ്ക് ആയപ്പോ എണീറ്റ് സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സുബഹി ഖളായിട്ട് പിന്നെയും അരമണിക്കൂർ ഇരുന്ന് ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി എന്നിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചിട്ട് നീ അവിടെ നിന്ന് എണീറ്റാ ഒരു പൂർണ്ണമായ ഖബൂലാക്കപ്പെട്ട ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കൂലി ആഗ്രഹിച്ചിട്ട് ഉംറ ഉദ്ദേശിക്കുന്നവർ, ഉമ്മമാരെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉംറ ചെയ്യാമായിരുന്നു, ഒന്ന് കഅബന്റെ അടുത്ത് പോകാമായിരുന്നു എന്ന നിയ്യത്തുണ്ട്. പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, പോകാനുള്ള ആരോഗ്യമില്ല, എന്നാ നീ ചെയ്തോ സുബഹിയുടെ ബാങ്കായ ഉടനെ എണീച്ചിട്ട് സുബഹി ഖളായിട്ട് പിന്നെയും അരമണിക്കൂർ അവിടെ ഇരുന്ന് ളുഹാ നിസ്കരിച്ചിട്ട് ആ പായയിൽ നിന്ന് എണീറ്റാൽ ഉസ്താദ് ഇത് എപ്പോഴും നടക്കുവോ? എപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെയൊക്കെ ആഴ്ചയിൽ ഒരു തവണ, മാസത്തിൽ ഒരു തവണയൊക്കെ നടക്കൂലേ? അങ്ങനെ ചെയ്താൽ ഒരു പൂർണ്ണമായ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് രണ്ടാമതായിട്ടുള്ള പരിഹാരം അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. മൂന്നാമത്തെ പരിഹാരം ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഫസ്തഗ്ഫിറൂ, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് സകലമാന ബുദ്ധിമുട്ടുകൾ. ഹസനുൽ ബസരി തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാ, ഹസനുൽ ബസരി തങ്ങളെ, ഇവിടെ മഴയില്ല, കൃഷി ഉണക്കിയിരിക്കുന്നു, കൃഷിയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ വെള്ളമില്ല. ഹസനുൽ ബസരി തങ്ങളെ, മഴ വേണം തങ്ങളെ, എന്ത് പരിഹാരം പറയുമോ? ഹസനുൽ ബസരി തങ്ങളെ, ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അന്ന് നാട്ടുകാരെല്ലാരും കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് ചൊല്ലിയപ്പോ കോരിച്ചൊരിയുന്ന മഴ വന്നില്ലയോ? മക്കളില്ലാത്തവർ വന്നിട്ട് ഹസനുൽ ബസരിയോട് പറഞ്ഞു, ഹസനുൽ ബസരി തങ്ങളെ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയുണ്ട്, പരിഹാരമെന്ത്? ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ മറുപടി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മക്കളില്ലാത്ത ആണും പെണ്ണും ഇരുന്നിട്ട് നട്ടപ്പാതിരാ രാത്രി വരെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടാൻ തുടങ്ങിയാൽ നീയത്തോടെയാകണം. കിട്ടിയാ കിട്ടി, പോയാ പോയി, അങ്ങനെയല്ല. കിട്ടും നൽകുന്നവൻ അല്ലാഹുവാണ്.
തരുന്നവൻ അല്ലാഹുവാണ്, തരാത്തവനും അല്ലാഹുവാ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മാരക രോഗങ്ങൾ പിടിപ്പെട്ടവർ ഹസനുൽ ബസരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പരിഹാരം ചോദിക്കുമ്പോ ഹസനുൽ ബസരിയുടെ മറുപടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ അല്ലാഹുവിന്റെ റസൂല് ദിവസത്തിൽ 100 തവണ അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്തിട്ടല്ല അസ്തഗ്ഫിറുല്ലാ ചൊല്ലേണ്ടത്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന്റെ കച്ചവടത്തിൽ ബർക്കത്താണ്. അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നവന്റെ ആഫിയത്തിൽ ബർക്കത്താണ്. അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നവന്റെ മനസ്സിൽ ബർക്കത്താണ്. അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നവന്റെ ഈമാനിൽ ബർക്കത്താണ്. നിങ്ങൾക്ക് ബർക്കത്ത് വേണോ? ഒരു 100 എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെല്ലണം. പിന്നെ നിസ്കരിച്ചിട്ട് ചെല്ലുന്നില്ല ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല, വൃത്തിയോടെ ഒന്നോടെ തഖ്വയോടെ കണ്ണും ചിമ്മിയിരുന്ന ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാ ചൊല്ലി നോക്ക്. മനസ്സിനെന്തോ ഒരു വിശാലതയാ, മനസ്സിനെന്തോ ഒരു സമാധാനമാണ്. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കിട്ടാൻ ഏറ്റവും വലിയ മന്ത്രമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത്. അങ്ങനെയാണ്. അതുപോലെ ഇമാമിങ്ങൾ പറയുന്നു അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നുള്ളത് സകലമാന പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഞാൻ നിഅമത്തുകൾ ജാസ്തിയാക്കാം. അൽഹംദുലില്ലാഹ്